السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. അറിവ് പഠിക്കുക എന്നുള്ളത് വിശ്വാസിക്ക് നിർബന്ധമായ ഒന്നാണ്. നിസ്കരിക്കണമെങ്കിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട അറിവ് നേടിയവനായിരിക്കണം. അതുപോലെ തന്നെ നോമനുഷ്ഠിക്കുന്നവനും ഹജ്ജ് നിർവഹിക്കുന്നവനും സക്കാത്ത് കൊടുക്കുന്നവനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനും മറ്റേത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനം അറിവിഞ്ഞുകൊണ്ടായിരിക്കണം ആ അമൽ അവൻ ചെയ്യേണ്ടത്. അല്ലാതിരുന്നാൽ അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടാതെ വരും. അറിവില്ലാതെ ആരെങ്കിലും അമൽ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, തള്ളപ്പെടുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൻ്റെ ആശയം കാവ്യരൂപത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ വിജ്ഞാനം നുകരുക, പഠിക്കുക, ചെയ്യുന്ന അമലിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അമൽ ചെയ്യുന്നതിനേക്കാളെല്ലാം പുണ്യം അറിവ് നേടുക എന്നുള്ളതാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ താരീഖ് ബഗ്ദാദിൽ ഉദ്ധരിക്കുന്നതായി കാണാം. മൻ തഅല്ലമ ബാബൻ മിനൽ ഇൽമി അമില ബിഹി ഔ ലം യഅമൽ ബിഹി കാന അഫ്ളല മിൻ സ്വലാത്തി അൽഫ റകഅഹ്. എല്ലാവരും ഒരു വിജ്ഞാനം, ഒരു വിഷയം പഠിച്ചു, ഒരു പാഠം പഠിച്ചു. അങ്ങനെ പഠിക്കുക എന്നുള്ളത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളൊക്കെ പുണ്യമാണ്. ആ പഠിച്ചതനുസരിച്ച് അവൻ അമൽ ചെയ്യട്ടെ, അമൽ ചെയ്യാതിരിക്കട്ടെ, വിഷയം പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമെന്ന് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് കാണാം, ഇനി ഒരാൾ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്തു, അതല്ലെങ്കിൽ മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അദ്ദേഹം തന്നെ അതുകൊണ്ട് അമൽ ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇയാളിൽ നിന്ന് കേട്ട വിജ്ഞാനമനുസരിച്ച് അമൽ ചെയ്തു, അങ്ങനെ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ അപ്രകാരം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ ഈ അറിവ് ആദ്യം പഠിപ്പിച്ച കൊടുത്ത വ്യക്തിക്ക് അത് കേട്ട് ആരെല്ലാം അമൽ ചെയ്തുവോ അവർക്ക്, അവരിൽ നിന്നാരെല്ലാം പഠിച്ച് അമൽ ചെയ്തുവോ അവർക്കൊക്കെ ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ മുറിയാതെ ലഭിക്കുന്ന പ്രതിഫലമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. അതിന് മാത്രം ജാരിയായ സദഖയായി ഒരാളുടെ ഹസനാത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന വലിയൊരു അമലാണ് ഇൽമു പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളതൊക്കെ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഓ അബൂദർറെ, നീ അറിവ് പഠിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, അതനുസരിച്ച് അതിൽ പറയപ്പെട്ട ഹുക്കുമുകളും അതിൻ്റെ മറ്റു വിഷയങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നീ വീടിട്ടിറങ്ങുക എന്നുള്ളത് അത് 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളെല്ലാം പുണ്യമാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. എന്നാൽ വിജ്ഞാനം, അറിവ് പഠിക്കാൻ വേണ്ടി നീ പുറപ്പെട്ടു, അതനുസരിച്ച് അമൽ ചെയ്യാതിരിക്കട്ടെ, അങ്ങനെ ഒരു വിഷയം, ഒരു അധ്യായം പഠിച്ച്, ഒരു വിഷയം പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളെല്ലാം പുണ്യമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞതായും ഹദീസുകളിൽ കാണാൻ കഴിയും. ഇങ്ങനെ അറിവ് പഠിക്കുന്നതിൻ്റെ മഹത്വം എത്രയോ വലുതാണെന്ന് നിരവധി ഹദീസുകളിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിജ്ഞാനം അതെവിടുന്ന് കിട്ടിയാലും നാം അത് പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്കത് കാരണം ഇരുലോകത്തും വിജയിക്കാൻ സാധിക്കും. അറിവ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നൂറാണ്. ആ നൂറ് അള്ളാഹു തആല എല്ലാവർക്കും കൊടുക്കൂല. അതാണല്ലോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾ ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അയാളെ ഇഹപര വിജയികൾ പെടുത്തണമെന്ന് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാളെ വലിയൊരു പണ്ഡിതനാക്കി തീർക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിജ്ഞാനം, അത് പഠിക്കാനുള്ള ശ്രമം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നാം ഇറങ്ങിപ്പുറപ്പെടുക വഴി നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ നൂറ് ഇൽമാകുന്ന പ്രകാശം അത് സ്വീകരിക്കാനും അതുവഴി നമുക്ക് വിജയികളിൽ പെടാനും സാധിക്കും. കാരുണ്യവാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.